ദൈവം ആത്മാവാകുന്നു. യോഹന്നാൻ 4:24 ഞങ്ങൾക്ക് അത് വായിക്കാം. യോഹന്നാൻ 8:12 വായിക്കുന്നത് ദൈവം വെളിച്ചമാവുന്നതാണ്. എന്നാൽ 1 യോഹന്നാൻ 4:8 വായിക്കുന്നത് ദൈവം സ്നേഹമാവുന്നു. ഞങ്ങളുടെ ഈ ദൈവം 9 കൂട്ടം മാലാഖമാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ സെറാഫിംസ്, ത്രോൺസ്, ചെറുബിം. ചെറുബിമിനെ കുറിച്ച് എഴുതിക്കുന്നത് എസെക്കിയേൽ 28 29. അത് വീണുപോയ ഒരു മാലാഖ ആയി തീർന്നു. ഈ മാലാഖയാണ് പിന്നീട് സാത്താനും പിന്നീട് അവർ ദൈവത്തിൻ്റെ വിദ്രോഹികളായി മാറുന്നത്. ഈ കൂട്ടത്തിൻ്റെ കൂടെ വാഴ്ചകളും അധികാരങ്ങളും ഉണ്ടായിരുന്നു. അതാണ് രണ്ടാമത്തെ കൂട്ടം, ഡൊമീനിയൻസ്, പവർ, പ്രിൻസിപ്പാലിറ്റി. വാഴ്ചകളും അധികാരങ്ങളും എഫീസിയർ 6 എഴുതിയിട്ടുണ്ട് അവരെക്കുറിച്ച്. ഇവർ ചെയ്ത പാപം എന്താണെന്ന് വെച്ചാൽ അത് കർത്താവ് എന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതെന്ന് വെച്ചാൽ യോഹന്നാൻ 8:44 വചനത്തിൽ അതിനെക്കുറിച്ച് കർത്താവ് എന്നെ പറയുന്നുണ്ട്. പിന്നീട് വരുന്ന കൂട്ടമാണ് ആർക്കേഞ്ചൽസിൻ്റെ. ആർക്കേഞ്ചൽ പറഞ്ഞു കഴിഞ്ഞാൽ മിഖായേൽ, ഗബ്രിയേൽ, യൂറിയേൽ, ജക്കുത്തിയേൽ, റമിയേൽ, രഘുവേൽ, ആ കൂട്ടങ്ങൾ. പിന്നീട് വരുന്നത് വെർച്യൂസ്, പിന്നെ ഏഞ്ചൽസ്. ഏഞ്ചൽസിനെ കുറിച്ചാണ് കർത്താവ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 12 വചനത്തിൽ പറയുന്നത്, ഞങ്ങളെല്ലാവരും രൂപാന്തരപ്പെട്ട് ഏഞ്ചൽസിൻ്റെ പോലെ ആവുമെന്ന് പറയുന്നത്. അത് രൂപാന്തരം എവിടെ എഴുതിക്കുന്നതെന്ന് വെച്ചാൽ 1 തെസ്സലോനിയർ 4:14 മുതൽ 18 വചനം വരെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ശരീരം, ഈ ദേഹം വിട്ട് ഞങ്ങൾ വേറെ ഒരു ദേഹത്തിലും മാറി തീരും. അത് എഴുതിക്കുന്നത് 1 കൊരിന്ത്യർ 15 51 വചനം മുതൽ 58 വചനം വരെയാണ് എഴുതിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ഇപ്പോഴത്തെ രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് റെവലേഷൻ, വെളിപ്പാടിൻ്റെ പുസ്തകം 4 ഞങ്ങളുടെ ദൈവത്തിൻ്റെ ഇപ്പോഴത്തെ രൂപം എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിനോടാണ്. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോടും കർത്താവിൻ്റെ നാമത്തിൽ ആണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. ആ കർത്താവിനെ കുറിച്ച് എവിടെയാണെന്ന് എഴുതിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകം 1 മുതൽ 18 വചനത്തിൽ ഞങ്ങൾക്ക് കർത്താവിനെ കുറിച്ചും കർത്താവിൻ്റെ ഇപ്പോഴത്തെ രൂപം എങ്ങനെയാണെന്ന് കുറിച്ചും ഞങ്ങൾക്ക് വായിക്കാൻ പറ്റും.